നമസ്കാരം. കഴക്കൂട്ടത്ത് IT ജീവനക്കാരിയെ ബലാത്സംഗം ചെയ്ത സംഭവത്തിൽ തമിഴ്നാട് സ്വദേശിയായ ലോറി ഡ്രൈവർ പിടിയിലായി. മധുരയിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളിലേക്ക് അന്വേഷണം നീണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇയാളെ കസ്റ്റഡിയിൽ എടുത്തെന്നാണ് വിവരം. ഇയാളെ ഇന്ന് ഉച്ചയോടെ തിരുവനന്തപുരത്ത് എത്തിക്കും. പ്രതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. വെള്ളിയാഴ്ചയാണ് പീഡന വിവരം പുറത്തുവന്നത്. ബലാത്സംഗത്തിനിരയായെന്ന് വ്യക്തമാക്കി യുവതി കഴക്കൂട്ടം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. കഴക്കൂട്ടത്ത് പെയിൻ ഗസ്റ്റായി താമസിച്ചു വരികയായിരുന്നു ഈ യുവതി. പുലർച്ചെ 2 മണിക്ക് വീട്ടിൽ അതിക്രമിച്ചു കയറിയ ആൾ ബലാത്സംഗം ചെയ്തു എന്നായിരുന്നു യുവതിയുടെ പരാതി. ഇരുട്ടായിരുന്നതിനാൽ ആളുടെ മുഖം കണ്ടിരുന്നില്ലെന്നും യുവതി പരാതിയിൽ പറഞ്ഞിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പരിസര പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് വിശദമായി പരിശോധിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തമിഴ്നാട് സ്വദേശിയെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തത്. തിരുവനന്തപുരത്ത് എത്തിച്ച ശേഷമേ ഇയാളെ വിശദമായി ചോദ്യം ചെയ്യൂ. തിരിച്ചറിയൽ പരേഡ് അടക്കം നടത്തേണ്ടതുണ്ട്. സംഭവത്തിന് പിന്നാലെ കഴക്കൂട്ടത്ത് പട്രോളിംഗ് ശക്തമാക്കിയതായി അസിസ്റ്റന്റ് കമ്മീഷണർ P. അനിൽകുമാർ വ്യക്തമാക്കി. ടെക്നോ പാർക്കിന് ചുറ്റും 750-ലേറെ പെയിൻ ഗസ്റ്റ് ഹോസ്റ്റലുകൾ ഉണ്ടെന്നും സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ തടയുന്നതിന് ശക്തമായ നടപടി സ്വീകരിക്കുമെന്നുമാണ് അസിസ്റ്റന്റ് കമ്മീഷണർ പറഞ്ഞത്. സ്ത്രീകൾക്കെതിരെ അശ്ലീല ആംഗ്യം കാണിക്കുന്നതടക്കം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പെൺകുട്ടികളുടെ വസ്ത്രം മോഷ്ടിക്കുന്നത് പതിവ് സംഭവമാണ്. ഓവർനൈറ്റ് അടക്കം പല ഷിഫ്റ്റുകളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ കഴക്കൂട്ടത്തും പരിസര പ്രദേശങ്ങളിൽ താമസിക്കുന്നുണ്ട്. ഹോസ്റ്റലുകളിലെ അടക്കം സുരക്ഷയിൽ ഓഡിറ്റ് നടത്തണമെന്ന ആവശ്യവുമായി IT ജീവനക്കാരുടെ ക്ഷേമ സംഘടന രംഗത്തെത്തിയിട്ടുണ്ട്. ഹോസ്റ്റലിലെ പീഡനത്തിന് പിന്നാലെ കഴക്കൂട്ടത്തെ ഹോസ്റ്റലുകൾക്ക് പോലീസ് നോട്ടീസ് നൽകി. മതിയായ സുരക്ഷ ഹോസ്റ്റലുകളിൽ ഉറപ്പാക്കണമെന്നും CCTV സ്ഥാപിക്കണമെന്നും സെക്യൂരിറ്റിയെ നിയമിക്കണം എന്നുമാണ് പോലീസ് നിർദ്ദേശം. വനിതാ ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് സാമൂഹിക വിരുദ്ധരുടെ ശല്യമുണ്ടാകാറുണ്ടെന്ന് നേരത്തെയും പരാതി ഉയർന്നതാണ്. വനിതാ ഹോസ്റ്റലിന് മുന്നിൽ നഗ്നത പ്രദർശനം നടത്തിയ സംഭവങ്ങളും നേരത്തെ ഉണ്ടായിരുന്നു. ഇതിനിടെയാണ് ഇത്തരത്തിൽ ഹോസ്റ്റലിൽ അതിക്രമിച്ചു കയറുള്ള പീഡനം നടന്നത്. 25-കാരിയായ യുവതി ഹോസ്റ്റൽ മുറിയിൽ ഉറങ്ങുമ്പോഴായിരുന്നു ഈ അതിക്രമം. ഹോസ്റ്റൽ മുറിയുടെ വാതിൽ തള്ളി തുറന്ന് അകത്തു കയറിയാണ് പ്രതി ബലാത്സംഗം ചെയ്തത്. ഞെട്ടിയുണർന്ന യുവതി ബഹളം വച്ചതോടെ പ്രതി ഓടി രക്ഷപ്പെട്ടു. ഹോസ്റ്റൽ മുറിയിൽ പെൺകുട്ടി ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത്. സംഭവത്തെ തുടർന്ന് ഭയന്നുപോയ പെൺകുട്ടി രാവിലെയോടെ ഹോസ്റ്റൽ അധികൃതരെ വിവരമറിയിക്കുകയും ഇവർ പോലീസിൽ പരാതി നൽകുകയുമാണ് ചെയ്തത്. പെൺകുട്ടിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷമാണ് ഇത്തരത്തിൽ കേസെടുത്തത്. വീടിന് പുറത്ത് അജ്ഞാതനായ ഒരാളുടെ സാന്നിധ്യം CCTV ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ പോലീസ് ഉറപ്പിക്കുകയായിരുന്നു. പെൺകുട്ടി താമസിക്കുന്ന ഹോസ്റ്റൽ മുറിയിൽ CCTVകൾ ഇല്ലായിരുന്നു. സമീപത്തെ CCTVകൾ പരിശോധിച്ചപ്പോൾ അടുത്തുള്ള വീടുകളിൽ കൂടി ഒരാൾ ഹോസ്റ്റൽ കെട്ടിടത്തിനടുത്തേക്ക് വരുന്നതായി കണ്ടെത്തിയിരുന്നു. ഇയാളെ തിരിച്ചറിയാനുള്ള ശ്രമത്തിലായിരുന്നു പിന്നീട് പോലീസ് നടത്തിയത്. തുടർന്ന് തമിഴ്നാട് സ്വദേശിയായ ലോറി ഡ്രൈവർ പിടിയിലാവുകയായിരുന്നു. ടെക്നോ പാർക്ക് പരിസരത്ത് ഹോസ്റ്റലുകളിൽ താമസിക്കുന്ന IT ജീവനക്കാരൊക്കെ ആകെ ഈ ഒരു സംഭവത്തിന്റെ ഞെട്ടലാണ്. വ്യാഴാഴ്ച രാത്രിയാണ് ഈ സംഭവമുണ്ടായത്. മുറിയിൽ ഈ പെൺകുട്ടി ഒറ്റയ്ക്കായിരുന്നു. വാതിൽ തള്ളി തുറന്നെത്തിയ ഇയാൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. ഉറക്കത്തിലായിരുന്ന പെൺകുട്ടി സംഭവം തിരിച്ചറിഞ്ഞ് ബഹളം വച്ചതോടെയാണ് ഇയാൾ ഓടിപ്പോയത്.